നമ്മുടെ ഇശാഉം തറാവീഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ആളുകൾക്കും സംശയമുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇവിടെ തറാവീഹും ഇശാ നമസ്കാരവും തറാവീഹും കൂടെ രണ്ടും കൂടെ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ, അരമണിക്കൂറാണ് സമയം അനുവദിച്ചിട്ടുള്ളത്. അതുതന്നെയും ഇശാ നമസ്കാരം കഴിഞ്ഞ ഉടനെ അതിൻ്റെ ശേഷമുള്ള ദിക്റുകൾക്കോ ശേഷമുള്ള 2 റക്അത്ത് റവാത്തിബ് സുന്നത്തിനോ നമുക്ക് അവസരമില്ല. നേരിട്ട് തന്നെ ഇശാ ജമാഅത്ത് കഴിഞ്ഞ ഉടൻ താമസിയാതെ തന്നെ തറാവീഹിലേക്കാണ് പ്രവേശിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടായ 1-2 സംശയങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് അവിടെ നമുക്ക് 2 കാര്യങ്ങൾ നഷ്ടപ്പെടുന്നുണ്ടല്ലോ. ഒന്ന്, നമ്മുടെ ഫർദ് നമസ്കാരത്തിൻ്റെ ശേഷമുള്ള ആ ദിക്റുകൾ നമുക്ക് ചൊല്ലാൻ സമയം കിട്ടുന്നില്ല. ഏറ്റവും പുണ്യമുള്ള കാര്യമാണല്ലോ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം നമുക്ക് അദ്കാറുകളുണ്ട്, ഇസ്തിഗ്ഫാറും അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, അങ്ങനെയുള്ള അദ്കാറുകളുണ്ട്. ആ അദ്കാറുകളൊന്നും ചൊല്ലുവാൻ നമുക്ക് അവസരം ലഭിക്കുന്നില്ല. അതൊക്കെ എണ്ണത്തിൽ 100 ആണെങ്കിൽ പോലും പ്രതിഫലത്തിൽ 1000 കാരണം ഒന്നിന് 10 പ്രതിഫലമാണല്ലോ ഓഫർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊക്കെ നഷ്ടപ്പെടുകയാണ് റമദാനിലെ എല്ലാ ഇശായിനും. അപ്പോൾ എന്ത് ചെയ്യണം? അത് നമുക്ക് പിന്നീട് നിർവഹിച്ചുകൂടെ? നിർവഹിക്കാം സഹോദരങ്ങളെ. നാം അപ്പോൾ നമുക്ക് സാധിച്ചില്ല എന്ന് വിചാരിച്ച് നമ്മൾ പിന്നെ അത് മറന്നു പോകരുത്. മറന്നു പോകുമ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു സാഹചര്യം നിലനിൽക്കവേ ഒരു മാസത്തിൽ നമുക്ക് 30 എണ്ണം എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ഒരു പ്രതിഫലമായിരിക്കും നമുക്കതിലൂടെ നഷ്ടമാവുക. അതുകൊണ്ട് തറാവീഹൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ഒക്കെ നമുക്കത് നിർവഹിക്കാവുന്നതാണ്. കാരണം ശേഷം നമുക്ക് നിർവഹിക്കാൻ അവസരം കിട്ടാത്തത് കൊണ്ടാണല്ലോ. അപ്പോൾ നമ്മളത് ഓർമ്മ വെച്ച് ആ അദ്കാറുകളൊക്കെ നമ്മൾ വീണ്ടെടുക്കണം എന്നുള്ളതാണ് ഒന്നാമതായി സൂചിപ്പിക്കുവാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇശാ നമസ്കാരത്തിൻ്റെ ശേഷമുള്ള 2 റക്അത്ത് റവാത്തിബ് സുന്നത്ത്. ആ സുന്നത്ത് നമസ്കരിക്കാതെയാണല്ലോ നമ്മൾ തറാവീഹ് നമസ്കരിക്കുന്നത്. അപ്പോൾ തറാവീഹ് നമസ്കാരത്തിൻ്റെ സമയം ആരംഭിക്കുന്നത് തന്നെ ഇശാ നമസ്കാരം കഴിഞ്ഞ് 2 റക്അത്ത് റവാത്തിബും കഴിഞ്ഞതിൻ്റെ ശേഷമാണ് തറാവീഹിൻ്റെ സമയം ആരംഭിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഫജ്ർ പ്രഭാതമാകുന്നത് വരെ അതിൻ്റെ സമയം നീണ്ടു നിൽക്കുന്നുമുണ്ട്. എന്നാൽ അത് ഒരാൾക്ക് നിർവഹിക്കാൻ സാധിച്ചില്ലെങ്കിൽ, അതാണ് ഉത്തമമായ സമയം, അങ്ങനെയാണ് എന്നേയുള്ളൂ. ഒരാൾ ഇശായിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാതെ തറാവീഹ് നിസ്കരിച്ചാൽ ശരിയാവുകയില്ല എന്ന നിയമം ഇല്ല. അതുകൊണ്ട് ഒരാൾക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരു സാഹചര്യമായതുകൊണ്ട് ഇശായിൻ്റെ ശേഷം അയാൾക്ക് നേരെ എന്ത് ചെയ്യാം? തറാവീഹ് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കാം. എന്നിട്ട് ആ തറാവീഹും വിത്റൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അയാൾക്കിത് വീണ്ടെടുക്കാം. കാരണം ഇശായിൻ്റെ സമയം തീർന്നിട്ടില്ലല്ലോ. ഇശായിൻ്റെ സമയം പാതിരാവ് വരെ നിലനിൽക്കുന്നുണ്ട്, അർദ്ധരാത്രി വരെ ഇശായിൻ്റെ സമയം നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ എപ്പോഴും, അതല്ലെങ്കിൽ നമുക്കിത് കഴിഞ്ഞ ഉടനെ തന്നെ ചെയ്യുവാൻ അവസരമുണ്ടല്ലോ. ആ 2 റക്അത്ത് നമ്മൾ ഇശാഇൻ്റെ 2 റക്അത്ത് സുന്നത്ത് ശേഷമുള്ള റവാത്തിബ് എന്ന ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ നമുക്ക് വീണ്ടെടുക്കാവുന്നതാണ്. പള്ളിയിൽ അവസരം കിട്ടുകയാണെങ്കിൽ അങ്ങനെ സുന്നത്തുകളൊക്കെ വീട്ടിൽ നിന്നാണല്ലോ നമുക്ക് ഏറ്റവും ഉത്തമം. ആ നിലക്ക് വീട്ടിൽ പോയി മറക്കാതെ ആ 2 റക്അത്ത് റവാത്തിബ് നമ്മൾ നമസ്കരിക്കുക. അതാണ് നമ്മൾ ആ വിഷയത്തിൽ ചെയ്യേണ്ടത്. അതിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മുടെ സാധ്യതകളാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. എന്നാൽ ചില പണ്ഡിതന്മാർ വേറെ ഒരു മസ്അലയും ആ വിഷയത്തിൽ പറയുന്നുണ്ട്. അതായത് ഇശാ കഴിഞ്ഞ് നേരെ തറാവീഹ് തുടങ്ങേണ്ട ഒരു സാഹചര്യത്തിലാണെങ്കിൽ, ഒരാൾക്ക് സുന്നത്ത് കിട്ടിയില്ലെങ്കിൽ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇമാമിൻ്റെ കൂടെയുള്ള ആദ്യത്തെ 2 റക്അത്ത് ഇമാം തറാവീഹ് നമസ്കരിക്കുമ്പോൾ അതിനോട് കൂടെ ഇത് ഇശായിൻ്റെ റവാത്തിബ് സുന്നത്ത് എന്ന ഉദ്ദേശത്തിൽ നമ്മൾ തുടരുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തറാവീഹിൻ്റെ റക്അത്ത് കിട്ടുകയില്ല. അത് 2 കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാക്കിയുള്ളത് തറാവീഹായിട്ട് നമ്മുടെ രാത്രി നമസ്കാരമായിട്ട് കരുതുക എന്നഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട്. പക്ഷേ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരുന്ന ഒരു കാര്യമുണ്ടല്ലോ. അതായത് പരിപൂർണമായ നിലക്ക് നമ്മുടെ ഇശാ നമസ്കാരം കഴിഞ്ഞ് ഒരാൾ രാത്രിയിലെ ആ നമസ്കാരം ഇമാമിൻ്റെ കൂടെ തന്നെ പൂർണ്ണമായി ഒരാൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അവൻ രാത്രി മുഴുവൻ നമസ്കരിച്ചവനെ പോലെയാണ് എന്നുള്ള ആ ഒരു പുണ്യം നമുക്കവിടെ നഷ്ടപ്പെടുകയാണ്. കാരണം ഈ 2 റക്അത്ത് നമ്മൾ ആ നിലക്കുള്ള ഉദ്ദേശത്തിലല്ല ഇമാമിൻ്റെ കൂടെ നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട്
അതിനേക്കാൾ നല്ലത്, അതിനേക്കാൾ ഉത്തമം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും ഒരു ഫർദ് നമസ്കാരത്തിൻ്റെ മുമ്പോ ശേഷമോ ഉള്ള ഒരു റവാത്തിബ് സുന്നത്ത് ജമാഅത്തായിട്ട് നിർവഹിച്ചിട്ടില്ല. അതുകൊണ്ട് അതൊരു മഅ്മൂമ് ആ നിലക്ക് തറാവീഹ് നമസ്കരിക്കുന്ന ഇമാമിൻ്റെ ബാക്കിൽ ഒരാൾ ഇശാഇൻ്റെ 2 റക്അത്ത് റവാത്തിബിൻ്റെ ഉദ്ദേശത്തോടു കൂടി നിൽക്കുക എന്നുള്ളതിനേക്കാൾ നമുക്കത് അവസാന സമയത്തേക്ക് തറാവീഹും ഇത്രയൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള സമയത്തേക്കത് നിർവഹിക്കുവാൻ മാറ്റിവെക്കൽ തന്നെയായിരിക്കും നല്ലത് എന്നൊക്കെ നമുക്ക് ചർച്ചകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഏതായിരുന്നാലും സഹോദരങ്ങളെ, ആ 2 റക്അത്ത് ഇശാഇൻ്റെ റവാത്തിബ് സുന്നത്ത് നമ്മൾ ഒഴിവാക്കേണ്ടതില്ല. നമുക്ക് വീണ്ടെടുക്കാം, ശേഷം ചെയ്താലും മതി. അതുപോലെ തന്നെ ആ ഫർദ് നമസ്കാരത്തിൻ്റെ ശേഷമുള്ള അദ്കാറുകളും നമ്മൾ മറക്കാതെ ശേഷം നിർവഹിക്കുക. കാരണം ഇത് ഒരു ദിവസത്തെ മാത്രം പ്രശ്നമല്ല. പ്രത്യേകിച്ച് ഇവിടുത്തെ ഈ ഒരു സാഹചര്യത്തിൽ അഥവാ ഇശാ കഴിഞ്ഞാൽ പെട്ടെന്ന് തറാവീഹ് തുടങ്ങുന്നു എന്നുള്ളതിനാൽ നമുക്കത് 30 ദിവസം നഷ്ടമാകുന്ന ഒരവസ്ഥ വരാതിരിക്കാൻ ഓരോരുത്തരും അത് ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ സാധ്യതകളാണ് പരിഗണിക്കുന്നത്, നമ്മുടെ കഴിവുകളാണ് നോക്കുന്നത്. ആ കഴിവിനനുസരിച്ചുകൊണ്ട് നമ്മൾ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്താൽ, ആത്മാർത്ഥമായി കാര്യങ്ങൾ ചെയ്താൽ റഹ്മാനായ റബ്ബ് നമുക്ക് പ്രതിഫലം തരും. ആ പ്രതീക്ഷയോടെ നാം സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ, ഇഖ്ലാസ് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ, ഈമാനും അതുപോലെ തന്നെ നാഫിആയ ഇൽമും അവൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. നരക വിമോചനം നൽകപ്പെടുന്നവരിൽ റബ്ബ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.